ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നോക്കാം. നമുക്കൊരു കാര്യം അറിയാം, അതായത് ഒരു കണ്ടക്ടറിലോട്ട് നമ്മൾ കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ ആ കണ്ടക്ടറിന് ചുറ്റുമായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ തിരിച്ച് നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഫാരഡേ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. മൈക്കൽ ഫാരഡേ എപ്പോഴാണ് 1831 ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു തിയറി കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ട് ലോസാണ് പ്രധാനമായിട്ടും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫാരഡേ കൊണ്ടുവന്നിട്ടുള്ളത്. അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. whenever a conductor is placed in a varying magnetic field an electromotive force is induced. ഓക്കെ, ഒരു വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു EMF പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ, ഒരു കോയിൽ അവിടെ ഉണ്ടല്ലേ. ഇവിടെ ഒരു കോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ കോയിലിൻ്റെ അടുത്തോട്ട് നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റ് നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടല്ലേ. ഫീൽഡ് ലൈൻസ് ഈ കോയിലിനുള്ളിലോട്ട് അകത്തോട്ട് കിടക്കുമ്പോൾ, അകത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിനൊരു അമീറ്റർ, ആ കോയിലിൻ്റെ രണ്ട് ടെർമിനലുമായിട്ട് ഒരു അമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടോ എന്ന്, കറണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടോ, എത്ര കറണ്ടാണ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കറണ്ടിന് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റ് ഈ കോയിലിനടുത്തോട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരികയാണ്. ഓക്കെ, കൊണ്ടുവരുമ്പോൾ ആ അമീറ്ററിൽ ചെറിയൊരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അതിനർത്ഥം അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ മാഗ്നറ്റ് അവിടെ സ്റ്റേഷനറിയാക്കി വെക്കുകയാണ്. നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്തു, ഇതിനുള്ളിലോട്ട് കൊണ്ടുപോയ സമയത്തൊരു ഡിഫ്ലക്ഷൻ കാണിച്ചു. പിന്നെ നമ്മൾ ആ മാഗ്നറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്യിക്കുന്നില്ല, അതങ്ങനെ തന്നെ സ്റ്റേഷനറി ആയിട്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും അമീറ്ററിൻ്റെ റീഡിങ് 0 വന്ന് നിൽക്കും. ഓക്കെ, ഇനി മാഗ്നറ്റ് നമ്മൾ തിരിച്ച് റിട്ടേൺ, അതായത് ആ കോയിലിനുള്ളിൽ നിന്ന് നമ്മൾ തിരിച്ചോട്ടെടുക്കുന്നു. ഓക്കെ, വീണ്ടും അവിടെ എന്ത് കാണിക്കുന്നു, അമീറ്ററിൽ ഒരു റീഡിങ് കാണിക്കുന്നു. അപ്പോൾ ഇതിനർത്ഥം എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഒരു മൂവ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവണം. അത് എന്ത് ചെയ്യണം, കോയിൽ കട്ട് ചെയ്യണം. കോയിലിലൂടെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ എന്താവുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ കട്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് കട്ടായി കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടാവുന്നത്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. whenever a conductor is placed in a varying magnetic field an electromotive force is induced. Okay, if the conductor circuit is closed an induced current flows through it. അപ്പോൾ കണ്ടക്ടർ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, അതായത് ഒരു മാഗ്നറ്റിൻ്റെ ഇത് നേരെ തിരിച്ചും വയ്ക്കാം. നമുക്ക് കണ്ടക്ടർ മൂവ് ചെയ്യിപ്പിച്ചിട്ട് മാഗ്നറ്റിനെ സ്റ്റേഷനറി ആക്കി വെച്ച് കഴിഞ്ഞാലും അവിടെ എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യപ്പെടും, അങ്ങനെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഒന്നുകിൽ നമുക്ക് മാഗ്നറ്റ് സ്റ്റേഷനറി വെക്കണം, കോയിൽ മൂവ് ചെയ്യിക്കണം, അല്ലെങ്കിൽ കോയിൽ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് മാഗ്നറ്റ് മൂവ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഒരു കറണ്ട് ഓക്കെ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് ദ കണ്ടക്ടർ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് പറഞ്ഞായിരുന്നു. ഓക്കെ, വേസ് ടു ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ ദ ക്ലോസ്ഡ് ലൂപ്പ് ഇൻക്ലൂഡ് റൊട്ടേറ്റിംഗ് കോയിൽ റിലേറ്റീവ് ടു മാഗ്നറ്റിനനുസരിച്ച് കോയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ മൂവിങ് ദ കോയിൽ ഇൻറ്റു ഓർ ഔട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ കോയിൽ ഒന്നുകിൽ കോയിലിനെ മാഗ്നറ്റിക് ഫീൽഡ് അടുത്തോട്ട് കൊണ്ടുപോവുകയും പുറകിലോട്ട് കൊണ്ടുവരികയും മുൻപോട്ട് കൊണ്ടുവരികയും, അതായത് മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുന്ന രീതിയിൽ കോയിൽ മൂവ് ചെയ്യിപ്പിച്ചാലും എന്തുണ്ടാവും, അവിടെ EMF ജനറേറ്റ് ആവും. അതുപോലെ ചേഞ്ചിങ് ദ ഏരിയ ഓഫ് കോയിൽ പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ആ കോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ ഒരു ചേഞ്ച് ഉണ്ടായാലും അവിടെ എന്തുണ്ടാവും, EMF ഉണ്ടാവും. മൂവിങ് എ മാഗ്നറ്റ് ടുവേർഡ്സ് ഓർ എവേ ഫ്രം ദ കോയിൽ. അതുപോലെ മാഗ്നറ്റ് നമുക്ക് കോയിലിന് അടുത്തോട്ടും കോയിലിന് അടുത്തോട്ടും
പിറകിലോട്ടും ചലിപ്പിച്ച് കഴിഞ്ഞാലും അവിടെയും മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടാവുകയും അങ്ങനെ ഒരു ഇൻഡ്യൂസ്ഡ് EMF അവിടെയും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതാണ്, ഒരു കണ്ടക്ടർ വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു EMF അവിടെ പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോയുടെ ബേസിലാണ് പല പവർ പ്ലാന്റുകളും നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോയുടെ ബേസിലാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ? ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ഈസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ, അതായത് ഇൻഡ്യൂസ്ഡ് EMF അവിടെ ഉണ്ടാകുന്ന ഈ EMF അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ്. ഈ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, അവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. ഓൾറെഡി ഫ്ലക്സ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ കോയിൽ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്, ആ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാകുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത്? EMF ഉണ്ടാകുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ഫ്ലക്സ് ലീക്കേജ് അവിടെ ഉണ്ടാകുന്നു അത്രയും EMF അവിടെ പ്രൊഡ്യൂസ് ആവും. പിന്നെ അതുപോലെ ഫ്ലക്സ് ലിങ്കേജ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ആൻഡ് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദി കോയിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് എന്തിന്, അതായത് ഈ കമ്പി ചുരുളിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ഓക്കെ, അതിനും പിന്നെ ആ മാഗ്നറ്റിക് ഫീൽഡിൽ അവിടെ എത്രത്തോളം ഫ്ലക്സ് ആ കോയിലുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് അനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടാവുന്നത്? ഫ്ലക്സ് ലിങ്കേജ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഫോർമുലയുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഓക്കെ, ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, മാത്തമാറ്റിക്കലി നമ്മൾ E ഈസ് ഈക്വൽ ടു N ഇൻറ്റു ഡെൽറ്റ സൈ ബൈ ഡെൽറ്റ ടി എന്ന ഫോർമുലയിലാണ് പറയാറ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലെൻസ് ലോ ആണ്. ഓക്കെ, എന്താണ് ലെൻസ് ലോ നോക്കാം. അപ്പോൾ ലെൻസ് ലോ കൊണ്ടുവന്നത് ഹെൻറിച്ച് ലെൻസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അയാളോടുള്ള ബഹുമാനാർത്ഥമായിരിക്കും ലെൻസ് ലോ എന്ന് പേര് വന്നത്. ഓക്കെ, എന്താണ് ലെൻസ് ലോയുടെ ഡെഫിനിഷൻ? ലെൻസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക്കൽ കറണ്ട് ഇൻ എ കണ്ടക്ടർ ഡ്യൂ ടു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് സച്ച് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഓപ്പോസ് ദ ചേഞ്ച് ഇൻ ദ ഇനിഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, വേറൊന്നുമല്ല, നമുക്കറിയാം ഇപ്പോൾ ഒരു കോയിലിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി വയ്ക്കുന്നില്ല, മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ്ഡ് EMF അവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഒരു കോയിലിനുള്ളിലാണ്. ഇപ്പോൾ കോയിലിൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഫോം ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കട്ട് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ബാക്ക് EMF അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ബാക്ക് EMF അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കി വന്ന, അതായത് ആദ്യമുള്ള EMFനെ ഈ ബാക്ക് EMF എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അതാണ് ശരിക്കും ലെൻസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലെൻസ് ലോ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ഈ ട്രെയിനിൻ്റെയൊക്കെ ബ്രേക്ക്, ചില ഇലക്ട്രിക്കൽ ട്രെയിനുകളുടെ ബ്രേക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഈ ലെൻസ് ലോ അതാണ് അതിൻ്റെ ബേസിസ്. പിന്നെ അതുപോലെ ചില മെറ്റൽ ഡിറ്റക്ടർ, പിന്നെ അതുപോലെ എഡി കറണ്ട് ഡൈനാമോമീറ്റർ, AC ജനറേറ്റർ, കാർഡ് റീഡർ, മൈക്രോഫോൺ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലെൻസ് ലോ ആണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ലെൻസ് ലോ എന്ന് പറയുന്നത് സാധാരണ ഒരു മാഗ്നറ്റിക് ഫീൽഡിനിടയിൽ നമ്മളൊരു കോയിൽ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലക്സ് കട്ടാവും. ഓക്കെ, ഫ്ലക്സ് കട്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോയിലിനുള്ളിൽ എന്താ പറയുക, നമ്മുടെ ഈ കോയിലിനുള്ളിൽ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് അല്ലെങ്കിൽ ഒരു EMF ഇവിടെ പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡ്യൂസ് ആവുന്ന EMFന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണ്ടേ? അതായത് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും എന്ന് പറയുന്നത് എന്താണ്, എന്താ പറയുക, ടിൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എന്താ പറയുക, ഈ കോയിലിനുള്ളിൽ ഉണ്ടായി വരുന്ന
ഈ കറണ്ടിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡ് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ചെയ്യണം. കണ്ടക്ടർ കറങ്ങുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചോ അവിടെ വീണ്ടും അത് കട്ട് ചെയ്യപ്പെടുന്നു. കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബാക്ക് ഇ എം എഫ് അല്ലേ, നമ്മൾ ആദ്യം ഉണ്ടായ ബി എം എഫിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ബാക്ക് ഇ എം എഫ് ഉണ്ടാവും. ഇതിനെയാണ് ഈ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ലെൻസ് ലോ എന്ന്. ഓക്കെ, ഇപ്പോൾ ട്രെയിനൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധാരണ ഈ ലെൻസ് ലോ ആണ് പോയി. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, എന്തിനാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ? നമ്മളിപ്പോൾ സാധാരണ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ ഒരു ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ഒരു കോയിൽ ചുറ്റിയിട്ട് അതിനുള്ളിൽ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ആ കോയിൽ ഒരു മാഗ്നറ്റായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ കറണ്ട് സ്വിച്ച് കട്ട് ഓഫ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഇല്ലാണ്ടാവുന്നു. ഓക്കെ, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിൽ സാധാരണ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇലക്ട്രോ മാഗ്നറ്റ് ഒരു മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കണ്ടക്ടർ ഇതുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കണ്ടക്ടറിൽ ഒരു ചെറിയൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കണ്ടക്ടർ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും പിന്നെ അതിലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻ എന്നല്ല, അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന രണ്ട് ലോസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും. അപ്പോൾ ഇതിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആദ്യം എന്താണ് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ കണ്ടോ, കാണാൻ കഴിയും, ഇതാണ്. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ നമ്മളിപ്പോൾ 3 വിരലുകൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തമ്പ് വിരൽ മുകളിലോട്ട് ഉയർന്നാണ് ഇരിക്കുന്നത്, ഈ ഫിംഗർ നേരെ കാണിക്കുന്നു, മറ്റേ ഫിംഗർ ഇങ്ങോട്ടാണ്. ഇത് 3 ഡയറക്ഷനിലാണ്. അതിൻ്റെ ഫിഗർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിയോ, കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമ്പ് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. അതായത് അതിലെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ഫോഴ്സ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് നമ്മുടെ ഈ ഫിംഗർ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ നമ്മുടെ മൂന്നാമത്തെ ഫിംഗർ 1 2 3 മൂന്നാമത്തെ ഫിംഗർ. ഈ ഫിംഗർ ശരിക്കും പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് കറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഡയറക്ഷനും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, തമ്പ് പോയിന്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ റിലേറ്റീവ് ടു മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ അതുപോലെ 4 ഫിംഗർ ആണെങ്കിൽ പോയിന്റ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. തമ്പ് ഇതിൻ്റെ ഡയറക്ഷൻ, അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്, അല്ലെങ്കിൽ മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ മിഡിൽ ഫിംഗർ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, ഇനി എന്തിനാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്യുന്നത്? ദ റൂൾ ഈസ് ആപ്ലിക്കബിൾ ഇൻ ഇലക്ട്രിക്കൽ ജനറേറ്റർ വെൻ ക്രിയേറ്റിംഗ് ഇലക്ട്രിസിറ്റി. സാധാരണ ജനറേറ്റർ റൂൾ എന്നാണ് സാധാരണ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അറിയപ്പെടുന്നത്. അപ്പോൾ ജനറേറ്ററിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂള് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ജനറേറ്റർ റൂൾ എന്ന് വിളിക്കും. നെക്സ്റ്റ് വരുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നമ്മൾ നേരത്തെ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുന്നു. സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും ഇല്ല അതിൽ. ഇവിടെ ഹാൻഡ് മാറുന്നതേ ഉള്ളൂ. ശരിക്കും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോട്ടറിൽ മോഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് മോട്ടറിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ജനറേറ്ററാണ്. ഇതാണ് ശരിക്കും മോട്ടർ റൂൾ. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തമ്പ് എന്ത് ചെയ്യുന്നു? തമ്പ് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് തമ്പ് കാണിക്കുന്നത്. പിന്നെ 4 ഫിംഗർ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നു. മിഡിൽ ഫിംഗർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നു. ഓക്കെ, ഇതാണ് ശരിക്കും റൈറ്റ് ഹാൻഡ് റൂളും
ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഓക്കെ, നമുക്ക് ഇത്രയാണ് ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.